ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ലൈറ്റ് സെറ്റപ്പിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഈ ലൈറ്റ് സെറ്റപ്പ് വാങ്ങിക്കാൻ കാര്യം എനിക്കൊരു പേജ് ഉണ്ട് ഐഫീൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പേജിന് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈറ്റ് സെറ്റപ്പ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഞാനൊരു 6 മാസം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ലൈറ്റ് സെറ്റപ്പ് വാങ്ങിക്കുന്ന സമയത്ത് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൈറ്റ് സെറ്റപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് അത്യാവശ്യം പവർഫുൾ ലൈറ്റ് ആണ്. കാര്യം ഞാൻ കൂടുതലും എന്താ പറയുക, ഈ ഔട്ട്ഡോർ ആണ് ഇന്റർവ്യൂസ് എടുത്തുകൊണ്ടിരുന്നത്. കുറച്ചൊക്കെ ഇൻഡോർ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോസിന് ഇപ്പോൾ ലെക്ചേഴ്സും അങ്ങനെയുള്ളവരുടെ ആയിരിക്കും വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ആ വീഡിയോസിന് നല്ല ലൈറ്റ് സെറ്റിംഗ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ സോഫ്റ്റ് ബോക്സിലേക്ക് വന്നപ്പോൾ സോഫ്റ്റ് ബോക്സിന്റെ റേറ്റ് വന്നിട്ട് നല്ല റേറ്റ് ആണ് ഉള്ളത്. 8,000 രൂപ 10,000 രൂപ ആ റേറ്റിലാണ് ഉണ്ടായിരുന്നത്. അതുപോലെ അതിന് യൂസ് ചെയ്യുന്ന ലൈറ്റുകൾ, ആ ലൈറ്റാണ് അതിനൊക്കെയും വില. ലൈറ്റിന്റെ വില എന്ന് പറയുന്നത് 10,000 രൂപ 15,000 രൂപ ആ റേഞ്ചിൽ അങ്ങ് പോവുകയാണല്ലോ, വില അങ്ങോട്ടങ്ങ് പോവുകയാണ്. അപ്പോൾ അതെല്ലാം ഒരു 25,000-30,000 റേറ്റിലാണ് വരുന്നത്. അപ്പോൾ അത് നടക്കില്ലല്ലോ. അപ്പോൾ ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പരിപാടിയാണ് നോക്കിയത്. അപ്പോൾ മാക്സിമം പൈസ കുറച്ചുള്ള പരിപാടി, കാര്യം തുടങ്ങുന്നില്ലേ ഉള്ളൂ, ഇന്റർവ്യൂ എന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അന്നേരം ഞാൻ നോക്കിയപ്പോഴാണ് ഒരു 2,000 രൂപ 3,000 രൂപ ബഡ്ജറ്റിൽ എന്ത് കാണുന്നത്, ഈ കുടയുടെ സെറ്റപ്പ് കാണുന്നത്. വൈറ്റ് കളർ കുട, ഈ സ്റ്റുഡിയോക്കാർ യൂസ് ചെയ്യുന്ന കുട. അപ്പോൾ ഈ കുട നോക്കിയപ്പോൾ അതിന് ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലൈറ്റ് എന്തെങ്കിലും സ്കാറ്റർ ആയി പോകുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഒരു ഫോക്കസ് കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ സോഫ്റ്റ് ബോക്സിലേക്ക് വരുന്നത്. അപ്പോൾ സോഫ്റ്റ് ബോക്സ് ഞാൻ പറഞ്ഞല്ലോ നല്ല റേറ്റ് വരുന്നുണ്ട്, 10,000 രൂപ 15,000 രൂപ ആ റേഞ്ച് ആവും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ തന്നെ ഒരു കുറച്ച് പരിപാടി, അതായത് കുറച്ച് ഒറ്റ ബ്രാൻഡിനെ തന്നെ എടുക്കാതെ ഇതിനെ ഒന്ന് മിക്സ് ആക്കിയിട്ട്, അതായത് പല ബ്രാൻഡ്സിന്റെ ഓരോ പാർട്ട് ഓരോ ബ്രാൻഡിനെ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. 3,000 രൂപയാണ് ഈ സോഫ്റ്റ് ബോക്സിന് കോസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിത് പല പാർട്ടാണ് ചേർത്ത് വെച്ചിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ മുന്നേ പറയുകയാണ്, എന്തുകൊണ്ടും നമ്മൾ മറ്റേ അംബർല ടൈപ്പ് സാധനം വാങ്ങിക്കുന്നതിനേക്കാൾ നല്ലത് സോഫ്റ്റ് ബോക്സ് തന്നെയാണ്. ഇപ്പോൾ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ സോഫ്റ്റ് ബോക്സ് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഇതിന് ഞാൻ ഹണി കോംബ് വാങ്ങിച്ചിട്ടില്ല, അത് വേറൊരു കാര്യം. ഹണി കോംബ് വാങ്ങിക്കുന്നതിന് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുക, അതിന് വേറെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ എനിക്കിത് മൊത്തം 2,800 രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഓരോ പാർട്ട്, അതായത് ആദ്യം സ്റ്റാൻഡ് വന്നിട്ട് ഡിജിടെക്കിന്റെ സ്റ്റാൻഡാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിജിടെക്കിന്റെ സ്റ്റാൻഡിന് എനിക്ക് വന്നിട്ടുള്ളത് 760 രൂപ ആ റേഞ്ചിലാണ് എനിക്ക് വന്നിട്ടുള്ളത്. 760-780 റേഞ്ചിലാണ് വന്നിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് അതിലും കുറഞ്ഞിട്ടുണ്ട് ആമസോണിൽ. ഞാൻ എല്ലാ പ്രോഡക്ട്സും ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ആദ്യം വാങ്ങിച്ച സാധനം സ്റ്റാൻഡിന് റേറ്റ് വരുന്നത് 760 രൂപ റേറ്റ് വരുന്നത്. അതിനുശേഷം സ്റ്റാൻഡിന് മുകളിൽ വരുന്നത് ഈ ബൾബിന്റെ സോക്കറ്റ് ഹോൾഡർ വരും. അപ്പൊ ആ സോക്കറ്റ് ഹോൾഡർ എന്ന് പറയുന്ന ഐറ്റം ഉണ്ടെങ്കിൽ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഞാൻ വേറൊരു കമ്പനിയാണ് വാങ്ങിച്ചത്. അതിന്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ അതിനെനിക്ക് വന്നിട്ടായത് 330 രൂപയാണ് ആയിട്ടുള്ളത്. കാര്യം ആ ഹോൾഡറിനകത്ത് പ്ലഗ് ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ അത് ഡയറക്റ്റ് കണക്ട് ചെയ്തിരുന്ന കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇനിയൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ലൈറ്റ് സോക്കറ്റ് ഹോൾഡറിന്റെ അതിന്റെ ഉള്ളിലെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ നോർമൽ ബൾബ് കണക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന ബൾബ് കണക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം അതിന്റെ സോക്കറ്റും നമ്മുടെ വീട്ടിലെ ബൾബിന്റെ സോക്കറ്റും രണ്ടാണ്. കാര്യം അത് E27 എന്ന് പറയുന്ന ഒരു ഹോൾഡറാണ് വരുന്നത്. അപ്പോൾ B22 to E27 അങ്ങനെ ഒരു കൺവേർഷൻ ആവശ്യമുണ്ട്. അപ്പോൾ ആ കൺവേർഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ മറ്റൊരു ഹോൾഡർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന ബൾബിന്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബേസ് ഉള്ള ബൾബ് നോക്കി വാങ്ങിക്കണം. അപ്പോൾ ഞാൻ വാങ്ങിച്ച എവിടെയുടെ ബൾബിന് ഈ ഒരു സാധനത്തിന്റെ കുറവുകൂടി ഉണ്ട്. അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് ചെയ്ത് വാങ്ങിച്ചതിന് 150 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്ര ആയിട്ടാണ് ആദ്യത്തെ സെറ്റ് ആയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വരുന്നത് ബൾബാണ്. അപ്പോൾ ബൾബ് ഞാൻ വാങ്ങിച്ചത് 40 വാട്ട്സിന്റെ ബൾബാണ്. നിങ്ങൾക്ക് 30 വാട്ട്സിലേക്ക് വാങ്ങിക്കാം. 30 വാട്ട്സ് ആകുമ്പോൾ ഇച്ചിരി ലൈറ്റ് കുറയുന്നുള്ളൂ. ഈ കാണുന്നത് 40 വാട്ട്സിന്റെയാണ്. അപ്പോൾ ഇതിലും കുറച്ചും കൂടെ എന്ത് ചെയ്യുക, ബ്രൈറ്റ്നസ് കുറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ബ്രൈറ്റ്നസ് വേണ്ടുന്നതിനനുസരിച്ച്, അപ്പോൾ നിങ്ങൾക്ക് എത്ര ബ്രൈറ്റ്നസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് അത് വാങ്ങിക്കാം. എക്സ്ട്രാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐറ്റം വാങ്ങിക്കാൻ കിട്ടും ആമസോണിൽ തന്നെ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അതായത് നമുക്ക് ഈ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഐറ്റം ഉണ്ട്. അതിന് എക്സ്ട്രാ റേറ്റ് ആവും, 300 to 400 റേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ആവശ്യമില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇത്ര ഐറ്റംസ് ആയി. പിന്നീട് ഇതിലേക്ക് ആഡ് ആവുന്ന സാധനമാണ് ബൾബ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ബൾബിന്റെ റേറ്റ് വന്നിട്ട് 340 രൂപയാണ് ആയിട്ടുള്ളത്. 340-350 ആ ഒരു റേഞ്ചാണ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ ആമസോണിൽ നോക്കിയാൽ കാണാൻ പറ്റും. എവരിഡേയുടെ ബൾബാണ് ഞാൻ യൂസ് ചെയ്തത്. ഇതിന് റേറ്റ് കുറവുള്ള ബൾബുകളുണ്ട്. ഞാൻ കുറച്ച് നല്ലത് നോക്കി എടുത്തേ ഉള്ളൂ ബൾബ്. വേറെ കുറെ ബ്രാൻഡിന് ഇട്ടിട്ടുണ്ട്. സിസ്കയുടെ ഒക്കെ കിടക്കുന്നത്. സിസ്ക എനിക്ക് റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് നോക്കിയെടുക്കാം, ഏതാണോ ഇഷ്ടപ്പെട്ട ആ ബ്രാൻഡിന്റെ ബൾബ് എടുക്കാം. ഇപ്പം ഇത്രയും സെറ്റപ്പായി. പിന്നീട് വന്നിട്ടാണ് സോഫ്റ്റ് ബോക്സ് വരുന്നത്, മെയിൻ സോഫ്റ്റ് ബോക്സ്.
ഈ സോഫ്റ്റ് ബോക്സ് ഞാൻ വാങ്ങിച്ചത് ഗോഡോക്സിന്റെ സോഫ്റ്റ് ബോക്സ് ആണ് വാങ്ങിച്ചത്. അതിൽ സോഫ്റ്റ് ബോക്സ് ഒരുപാട് തരമുണ്ട്, റേറ്റ് ഉള്ളതൊക്കെ ഒരുപാട് തരമുണ്ട്. അപ്പൊ എനിക്ക് സ്യൂട്ട് ആവുന്നത്, അതായത് നമ്മുടെ ഒരു സെറ്റപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഈ ബൾബ് ഉള്ളിൽ വെച്ചുള്ള സെറ്റപ്പാണ്. ഈ ഒരു സോഫ്റ്റ് ബോക്സിന് റേറ്റ് വന്നിട്ട് എനിക്ക് ആയത് 1350 രൂപ, 1350 രൂപയാണ് റേറ്റ് ആയത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന ദിവസം ഈ ജൂൺ 2 ഇന്ന് ഞാൻ നോക്കിയപ്പോൾ അതിലേക്ക് റേറ്റ് കുറവുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രൈം കസ്റ്റമർ ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും വെബ്സൈറ്റിൽ സെയിം ഐറ്റം തന്നെ വേണം, റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നോക്കാം. ഞാൻ സെയിം ഐറ്റം എന്ന് പറയാൻ കാര്യം, ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെറ്റപ്പ് ഫിക്സ് ആക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന്റെ മോഡൽ എന്ന് പറയുന്നത് ഗോഡോക്സ് W18 അതിന്റെ പേര് പറയുന്നത്. അത്യാവശ്യം നല്ലോണം എന്താ പറയാ, നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ ഇന്റർവ്യൂസ് ആണ് കൂടുതൽ എടുക്കുന്നത് പറഞ്ഞല്ലോ, അപ്പോൾ ഇന്റർവ്യൂസിനൊക്കെ നന്നായിട്ട് സാധനം യൂസ് ആവുന്നുണ്ട്. ഇപ്പൊ ഇത് കൊടയേക്കാളും ബെറ്റർ എന്ന് പറയുന്നത്, കൊടയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് എന്ത് സ്കാറ്റർ ആയി പോകും, ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആവുന്ന പരിപാടി അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടി നടക്കത്തില്ല. അപ്പൊ ഞാനിത് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നതാണ്. നിങ്ങളൊരു പ്രൊഫഷണൽ ക്യാമറ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യാന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കാൻ പറ്റും. പിന്നീട് ഇതിനൊപ്പം ഞാൻ മറ്റൊരു ലൈറ്റ് സെറ്റപ്പ്, അതായത് റിംഗ് ലൈറ്റ് ആയിട്ട് വാങ്ങിച്ചത് സാധാ റിംഗ് ലൈറ്റ് തന്നെയാണ്. കാര്യം അതും അതിന്റെ ആവശ്യമേ കാര്യം അതിനകത്ത് ഞാൻ ഒരു 3 കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് സെറ്റപ്പ് ആണിത്. അപ്പോൾ ഇതിൽ ഒരു ഗോൾഡൻ ടച്ച്, വാം ലൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഡേ ലൈറ്റ് വരുന്നത് ആ ഒരു വൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ ഒരെണ്ണം വരുന്നുണ്ട്. അപ്പൊ അതിനെനിക്ക് ഒരു 500 ആണ് ആയിട്ടുള്ളത്. അപ്പൊ അതേ കൂട്ടുന്നില്ല. അപ്പൊ ഈ സോഫ്റ്റ് ബോക്സ് സെറ്റപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. സോഫ്റ്റ് ബോക്സ് സെറ്റപ്പിന് മൊത്തം എനിക്ക് 2800 രൂപയാണ് ആയിട്ടുള്ളത്. അപ്പൊ ഇത്രയാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലൈറ്റ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചിരുന്നാൽ മതി. ഈ ഒരു സെറ്റപ്പ് മൊത്തം വാങ്ങിക്കുന്നതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാൻഡ് തന്നെ ഇപ്പോൾ ഡിജിടെക്കിന്റെ വാങ്ങിക്കണമെന്നില്ല, പക്ഷെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രോഡക്റ്റിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, ഈ സോഫ്റ്റ് ബോക്സിന്. അപ്പോൾ സോഫ്റ്റ് ബോക്സ് നിൽക്കാൻ പറ്റുന്ന സ്റ്റാൻഡ് തന്നെ വേണം, അല്ലാന്നുണ്ടെങ്കിൽ അത് വീഴും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ലൈറ്റ് സെറ്റപ്പിനെ പറ്റി പറയാനുള്ളത്. മൂന്ന് ലോക്കിങ് വരുന്നുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റിന് വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം 9 ഫീറ്റ് വരുന്ന സ്റ്റാൻഡാണ്. ഞാൻ ലൈറ്റിന് വേണ്ടി എടുത്തേക്കുന്ന ഈ ഒരു ബൾബാണ്, എവരിഡേയുടെ ബൾബാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഗോഡോക്സിന്റെ സോഫ്റ്റ് ബോക്സ് വരുന്നത്. ഇത് ഞാനിതെല്ലാം ആമസോണിൽ കൂടെ പർച്ചേസ് ചെയ്തത്. അടുത്ത ഇതാണ് മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. ഈ ഒരു ഹോളിൽ കൂടെയാണ് ഈ സോഫ്റ്റ് ബോക്സിന്റെ നടുക്കത്തെ റോഡ് ഇതുവഴിയാണ് കയറ്റി വിടുന്നത്. ജസ്റ്റ് ഒന്നുമില്ല, ഇതിന്റെ ബാക്കിൽ തന്നെ ടൈറ്റിങ് ചെയ്യാൻ സംഭവം ഉണ്ട്, ജസ്റ്റ് ടൈറ്റ് ചെയ്ത് വിടുക. അപ്പൊ ഈ E27 ഹോൾഡർ മാത്രമേ ഇതിൽ പോകുള്ളൂ. നമ്മുടെ ബൾബ് വന്നിട്ട് ഈ ഒരു രീതിയിലുള്ള ഹോൾഡർ ആയി നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളതാണെങ്കിൽ B22 എന്ന് പറയുന്ന ഒരു ബേസ് ആയിരിക്കും ഇതിനുണ്ടാവുക. ഇതിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം പൈസ ആയിട്ടുള്ളത് ഈ ഒരു ഐറ്റത്തിന് മാത്രമാണ്. ഈ ഒരു രീതിയിലായിരിക്കും ലൈറ്റ് വരിക. ഇത്രയൊരു ലൈറ്റ് ആയിരിക്കും വരിക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് അറ്റാച്ച് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിന്റെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക, അത് കണക്കാണ് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതിന്റെ അനുസരിച്ച് ഒരു 45 ഡിഗ്രിയാണ് ആക്ച്വലി ഇതിന്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്ത് വരേണ്ടത്. അപ്പൊ 45 ഡിഗ്രിയിൽ ലൈറ്റ് നമ്മുടെ ഫേസിലേക്കാണെങ്കിൽ ഫേസിൽ അടിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഇത് ആംഗിൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.